സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷാഫി മരണപ്പെട്ടു. അതീവ ഗുരുതരാവസ്ഥയിൽ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിലാണ് അന്ത്യം. കുറച്ചു ദിവസങ്ങളായി അദ്ദേഹത്തിന് കടുത്ത തലവേദനയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വിദഗ്ധ പരിശോധനയിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും ഉടനടി തന്നെ സർജറി ചെയ്യുകയും അതീവ വിദഗ്ധ ചികിത്സകൾ അദ്ദേഹത്തിന് ലഭ്യമാക്കുകയും ചെയ്തു. എന്നാൽ എല്ലാ പ്രാർത്ഥനകളെയും വിഫലമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സിനിമയിലെ എല്ലാ സിനിമാ പ്രവർത്തകരും അണിയറ പ്രവർത്തകരും എല്ലാ പിന്തുണയുമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും ഒപ്പമുണ്ടായിരുന്നു. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. അർബുദബാധിതനായിരുന്നു അദ്ദേഹം. ചികിത്സയിൽ കഴിയുകയിരുന്ന ഷാഫിയെ ജനുവരി 16-നായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരിച്ചു വരണമെന്ന് ഇതുപോലെ ആഗ്രഹിക്കുന്ന വേറൊരാൾ ഇല്ല എന്നാണ് സംവിധായകൻ VC അഭിലാഷ് പറഞ്ഞത്. 21-ാം നൂറ്റാണ്ടിൽ മലയാളിയെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ജഗതിയോ സലീം കുമാറോ സുരാജോ പിഷാരടിയോ ഒന്നുമല്ല, ഷാഫി എന്നാൽ ചലച്ചിത്ര സംവിധായകനാണെന്ന് അഭിലാഷ് പറയുന്നു. തിരിച്ചു വരണമെന്ന് ഇതുപോലെ ആഗ്രഹിക്കുന്ന മറ്റൊരാളില്ല. 21-ാം നൂറ്റാണ്ടിൽ മലയാളിയെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ജഗതിയോ സലീം കുമാറോ സുരാജോ പിഷാരടിയോ ബമ്പർ ചിരിയോ ഒന്നുമല്ല, ഷാഫി എന്ന ചലച്ചിത്ര സംവിധായകനാണ്. 90കളിൽ ഇവിടെയുണ്ടായിരുന്ന തമാശകളുടെ തുടർച്ചയായി ഈ നൂറ്റാണ്ടിൽ ചിരിവിപ്ലവം തന്നെ സൃഷ്ടിച്ച പ്രതിഭയാണ് ഇയാൾ. ഈ മനുഷ്യൻ വെട്ടിയൊരുക്കിയ മണ്ണിലാണ് സലീം കുമാറും സുരാജും ടെലിവിഷൻ സ്കിറ്റുകളുമൊക്കെ പയറ്റിത്തെളിഞ്ഞത്. ഇദ്ദേഹം കൂടിയില്ലായിരുന്നെങ്കിൽ സുനാമിയും തീവ്രവാദവും യുദ്ധവും ഓക്കിയും പ്രളയവും കോവിഡും മാത്രം നിറഞ്ഞ ദുരന്ത ശക്തമാകുമായിരുന്നു ഈ നൂറ്റാണ്ട്. എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്ന അവസ്ഥയിൽ അഭിലാഷ് കുറിച്ചത്. നടൻ മമ്മൂട്ടി, MV ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം ആശുപത്രിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലഭ്യമായ എല്ലാ ചികിത്സകളും നൽകിയെങ്കിലും പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം. മൃതദേഹം വീട്ടിലെത്തിക്കുകയും നാളെ 9:30 മുതൽ പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്യും. വൈകുന്നേരം 4-നാണ് കറുകപ്പള്ളി ജുമാ മസ്ജിദിൽ മൃതദേഹം ഖബറടക്കുക. ഏറെ ഹിറ്റ് സിനിമകളാണ് അദ്ദേഹം സമ്മാനിച്ചത്. പുലിവാൽ കല്യാണം, മായാവി, തൊമ്മനും മക്കളും, കല്യാണരാമൻ തുടങ്ങി തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകനായിരുന്നു അദ്ദേഹം. മലയാളത്തിന് പുറമെ തമിഴിലും അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. തൊമ്മനും മക്കളിൻ്റെ റീമേക്കായ മജ എന്ന സിനിമയായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്തത്. ഡയറക്ടറായിരുന്ന സിദ്ദീഖ് ഷാഫിയുടെയും റാഫിയുടെയും അമ്മാവനായിരുന്നു. അവരുടെ പാത പിന്തുടർന്നാണ് ഷാഫിയും സംവിധാന രംഗത്തേക്ക് എത്തിയത്. വൺമാൻ ഷോയാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. വൻ ഹിറ്റായതോടുകൂടി പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ് ഷാഫിയുടെ വിയോഗം.